ഹലോ ഗൈസ്, എല്ലാവർക്കും mtnproന്റെ പുതിയ വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. BS മെക്കാനിക് എന്ന സീരീസിലെ പുതിയൊരു വീഡിയോ ആണിത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ഫ്ലാഷിംഗ് സിസ്റ്റമൊക്കെ കേടൊന്നു പോയാൽ എങ്ങനെയാണ് ശരിയാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയാലൊക്കെ മാറ്റിയെടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഗൈസ്, ഈ ബൈക്കിന് രണ്ട് കംപ്ലൈൻ്റ് ആണുള്ളത്. നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ സ്വിച്ച് എല്ലാം ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നത് കാണാം. എന്നാൽ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഒന്നും തന്നെ കത്തുന്നില്ല. സോ ഇതാണ് നമ്മൾ ആദ്യം ശരിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ ഇതിലെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് നമ്മൾ അവസാനം ശരിയാക്കുന്നതാണ്. സോ ഗായ്സ്, ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈസർ ഒന്ന് ഊരാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് 2-3 സ്ക്രൂസ് എല്ലാം ഉണ്ട്. ആ സ്ക്രൂസ് എല്ലാം നമ്മൾ അൺസ്ക്രൂ ചെയ്തെടുക്കാം. വൈസർ റിമൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ കേബിൾസ് എല്ലാം അതിൽ കണക്റ്റഡ് ആണ്. സോ കേബിൾസ് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. അതിനുശേഷം വൈസർ മാറ്റി വെക്കാം. നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സിലെല്ലാം ഉള്ളത് 12 വോൾട്ടിൻ്റെ ബൾബാണ്. ഈ 12 വോൾട്ടിൻ്റെ ബൾബിനെ ഫ്ലാഷ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കാണുന്ന ഫ്ലാഷിംഗ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫ്ലാഷിംഗ് റിലേ എന്നറിയപ്പെടുന്ന ഈ ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ കേട് വന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്യാത്തത്. സോ അതുകൊണ്ട് നമ്മുടെ ഈ ഫ്ലാഷിംഗ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫ്ലാഷിംഗ് റിലേ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പുതിയൊരു ഫ്ലാഷിംഗ് റിലേ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ പുതിയ ഫ്ലാഷിംഗ് റിലേ വെച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആയി. ഇൻഡിക്കേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടിപ്പോയ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റിൽ കണക്ട് ചെയ്ത് വെച്ച 2 വയറുകളുണ്ട്. ഈ 2 വയറുകൾ നമ്മൾ ഊരിയെടുക്കണം. സോ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലൊരു നെട്ട് കാണാൻ കഴിയും. ഈ നെട്ട് ഊരിയെടുക്കണം. ഊരിയെടുക്കേണ്ടത് 14ൻ്റെ ഒരു സ്പാനർ യൂസ് ചെയ്താൽ മതി. 14ൻ്റെ സ്പാനർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നെട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഈ നെട്ട് ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ നേരെ പുറത്തോട്ട് എടുക്കാം. അതിനുശേഷം നമ്മുടെ പുതിയ ഇൻഡിക്കേറ്റർ ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. പുതിയ ഇൻഡിക്കേറ്റർ വെക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, ഇതിൽ ഇതുപോലെയുള്ള ഒരു നെട്ടുണ്ട്. ഈ നെറ്റ് അൺസ്ക്രൂ ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്തത് അതേപോലെ തന്നെ റീഫിറ്റ് ചെയ്യുക. ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, ഇതിലൊരു ലോക്കിംഗ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് വെക്കാൻ മറക്കരുത്. ഈ ക്ലിപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ നെറ്റെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ടൈറ്റ് മതി, ഓവർ ടൈറ്റായാൽ പൊട്ടിപ്പോകും. എന്നിട്ട് നമ്മുടെ കേബിൾസ് എല്ലാം നേരത്തെ നമ്മൾ ഏതിന്നാണ് റിമൂവ് ചെയ്ത് അതിലോട്ട് തന്നെ റീഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലെ ഇൻഡിക്കേറ്ററിനാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ വയേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിന് വയറുണ്ട്, റൈറ്റ് സൈഡിന് വയറുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിന് വയറുണ്ട്. അപ്പോൾ ഏത് സൈഡിലെ വയറാണ് നിങ്ങൾ കൂടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സൈഡാണ് ശരിയാക്കേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലെ വയർ റിമൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ നെറ്റ് ഉണ്ടാവും. ആ നെറ്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ശരിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വൈസറെല്ലാം റീകണക്ട് ചെയ്യാം. വൈസർ റീകണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ കേബിൾസ് വെക്കാൻ മറക്കരുത്. വൈസർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരു മീഡിയം ടൈറ്റിൽ മാത്രം ടൈറ്റ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വർക്കാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.